നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം ആത്മാർത്ഥമായിരുന്നു. അതായത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ഏത് ബന്ധമായിക്കോട്ടെ, ആ ഒരു ബന്ധത്തിൽ ഒരു ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടായിരുന്നു എന്ന് അവരുടെ മനസ്സൊന്ന് വായിച്ചു നോക്കുന്നതാണ് കേട്ടോ. നമ്മൾ ആ ഉള്ളിലെ നിങ്ങളുടെ കൺഫ്യൂഷൻ, നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ റീഡിങ്സ് കാണുന്നത്, അവരുടെ പേര് പറഞ്ഞുകൊണ്ട് അവരുടെ ഫേസ് മനസ്സിൽ ഓർത്തുകൊണ്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്ത് തന്നെ നിങ്ങൾ റീഡിങ്സ് കാണാൻ ശ്രമിക്കാവുള്ളൂ. അതല്ലാതെ റീഡിങ്സ് നോക്കരുത്. കാരണം നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ എനർജി കൊടുക്കുന്നു അതനുസരിച്ചായിരിക്കും നിങ്ങൾക്കത് റെസനേറ്റ് ആയിട്ട് വരുന്നത്. നിങ്ങളോട് കാണിച്ച സ്നേഹം ആത്മാർത്ഥമാണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഈ ഒരു എനർജി ഒന്ന് എടുത്തു നോക്കാം. അതുപോലെ ഇന്നത്തെ ദിവസം നമുക്ക് ഈ കിട്ടിയ എനർജി, ഈ ഒരു അനുഗ്രഹത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻസിന് ഡിവൈനോട് തീർച്ചയായിട്ടും നമ്മൾ നന്ദി പറയണം. താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന എന്ത് കാര്യമായിക്കോട്ടെ, പുറത്തേക്ക് ആരോടെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്ത് കാര്യമായാലും അത് നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അതായത് റൈറ്റിംഗ് ഹീലിംഗ് ആണ്. നമ്മൾ എന്താണോ നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നത് അത് എഴുതി നമ്മൾ പുറത്ത് കളയുക എന്നതാണ് അതിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാനുള്ളത്, നമുക്കൊരു ഉപകാരം ഡിവൈൻ ആയിക്കോട്ടെ, ഏത് സിറ്റുവേഷൻസിലായിക്കോട്ടെ, നമുക്ക് ആ ഒരു സമയത്ത് ലഭിക്കുന്ന ഏത് നല്ല കാര്യത്തിനും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നമ്മൾ കൊടുത്താലാണ് നമുക്കതിൻ്റെ 100 ഇരട്ടി തിരിച്ച് കിട്ടുള്ളൂ. നമ്മൾ കൊടുക്കുന്നത് എന്താണോ അതായിരിക്കും നമുക്ക് തിരിച്ച് കിട്ടുന്നത്. എപ്പോഴും പോസിറ്റീവ്, എപ്പോഴും ദാനം ചെയ്യാനുള്ള മനസ്സ്, മറ്റൊരാൾക്ക് നന്മ വരാൻ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്തു കാര്യവും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അത് ബന്ധങ്ങളിൽ പോലും നിങ്ങൾ വളരെ പവിത്രതയും സത്യസന്ധതയും പുലർത്തുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ 100% ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും. നിങ്ങളെ ആരെല്ലാം തകർക്കാൻ ശ്രമിച്ചാലും, ആരെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവുകൾ കൊണ്ട് നിറച്ചാലും, നിങ്ങളെ ഏതൊക്കെ രീതിയിൽ ഒറ്റപ്പെടുത്താനും അപമാനിക്കാനും ശ്രമിച്ചാലും, നിങ്ങളുടെ മനസ്സിൻ്റെ പരിശുദ്ധി, നിങ്ങൾ സത്യമുള്ളവരാണെങ്കിൽ, ദൈവപാതയിലാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറി മറിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമല്ല. ഇന്ന് നമ്മൾ എന്തെങ്കിലും ഒന്ന് പെയിനായിട്ട് അനുഭവിക്കേണ്ടി വന്നാലും നാളെ നമുക്ക് 100 ഇരട്ടി മധുരം ലഭിക്കും തീർച്ചയായിട്ടും. അതുകൊണ്ട് ആ ഒരു മനസ്സോടുകൂടി പോവുക. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യുകയും ഡിവൈനോട് നന്ദി പറയുകയും ചെയ്യുക. നമുക്ക് റീഡിങ്സ് നോക്കാം. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ സ്നേഹം ആത്മാർത്ഥമായിരുന്നു എന്നൊരു എനർജിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് നമുക്ക് ജൂൺ മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആയിട്ടുണ്ട്. മാർച്ച് മാസത്തിൻ്റെ എനർജിയും അസ്ട്രോളജിക്കൽ സൈൻ വെച്ച് കണക്റ്റഡ് ആയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൻ്റെ എനർജി ഒരു ഹാഫ് എനർജി ആയിട്ടൊരു ചെറിയ ഒരു സിറ്റുവേഷൻസ് പോലെ കണക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഏപ്രിൽ മാസത്തിൻ്റെ എനർജി കേട്ടോ. നമുക്ക് റീഡിങ്സിൽ നോക്കാം. അവരുടെ സ്നേഹം ആത്മാർത്ഥമായിരുന്നു എന്ന് വെച്ചാൽ 2 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. കൺഫ്യൂഷൻ ആയിരുന്നു നിങ്ങളുടെ ബന്ധത്തിൽ. അവർക്കൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു എന്നാണ് കാണുന്നത്. കുറ്റബോധം ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ അവരെ എന്തോ ഒരു നെഗറ്റീവ് എനർജി അവരെ പിന്തിരിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ ബന്ധത്തിലെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് അല്ലായിരുന്നു എന്നാണ് കാണുന്നത്. അത് അവരെ ബ്ലൈൻഡ് ആക്കിയിരുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധത്തിൽ തെറ്റിദ്ധാരണയും ഉണ്ടായിട്ടുണ്ടാവാം, വിശ്വാസക്കേട് വന്നിട്ടുണ്ടാവാം, ശക്തമാകുന്ന ഒരു വിശ്വാസക്കേട് നിറഞ്ഞു നിന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എന്നാലും ഈ ഒരു ബന്ധം ഒരു പരിധിയോളം കടന്നു പോയിട്ടുണ്ട്. ഈ ഒരു ബന്ധം ആഴത്തിൽ കണക്റ്റഡ് ആയിട്ടുണ്ട്. ചില വ്യക്തികളുടെ എനർജിയിൽ ലവ് റീഡിങ്സിലേക്ക് നോക്കുമ്പം ഫിസിക്കൽ പരമാണ്, അതായത് ഒരു പാർട്ട്ണറിന് തുല്യമായി നല്ലൊരു പങ്കാളിയായിട്ട് വരെ നിങ്ങളും ആ ഒരു വ്യക്തിയും കണക്റ്റഡ് ആയ സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഫിസിക്കൽ കോണ്ടാക്റ്റിൻ്റെ എനർജി സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ പറ്റുന്നത് അവരുടെ ഉള്ളിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വലിയ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അതിനകത്തൊരു സംതൃപ്തിക്കുറവുണ്ടായിരുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ ക്യാരക്ടർ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്കത് കണക്റ്റ് ചെയ്യാൻ പറ്റാതെ പോയതാവാം. നിങ്ങളുടെ സംസാര ശൈലിയിൽ എന്തെങ്കിലും ഒരു അസംതൃപ്തി അവർക്ക് തോന്നിയിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു കുറ്റബോധം, ഭയമുണ്ടായിരുന്നു. അവരെ എപ്പോഴും നിങ്ങളുടെ ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻസ് സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഉറച്ച
ഉറച്ചു നിൽക്കാനുള്ള, അല്ലെങ്കിൽ ഈ ബന്ധത്തിനൊരു പവർ കൊടുത്ത് നിൽക്കാം, ഫ്യൂച്ചറിലേക്ക് ഇതിനെ കൊണ്ടുപോകാം, ഇതൊരു സ്ട്രോങ് ബന്ധമാണ് എന്നുള്ള ഒരു പൂർണ്ണത അവരിലില്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു പക്ഷേ ഫാമിലിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഈ ഒരു എനർജീനെ ബേസ് ചെയ്തുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഫാമിലി ഓറിയൻറ്റഡ് ആയ ഒരു പേഴ്സൺ ആവാം. അതായത് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെ പൂർണ്ണമായിട്ടും ചുമക്കേണ്ടി വരുന്ന വ്യക്തിയാവാം. അതല്ലെങ്കിൽ പേരൻസിനോട് കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് പുലർത്തുന്ന വ്യക്തിയാവാം. ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് പേരിലും അവരുടെ ആ ഒരു ഫെയിം എനർജിയിൽ അവർക്ക് വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ചുമലിൽ ആരെന്ന് കാണാം. ഫാമിലി പരമായിട്ട് നോക്കുമ്പം ഫാമിലി ഓറിയൻറ്റഡ് ആയൊരു പേഴ്സൺ, അതല്ലെങ്കിൽ ഫാമിലി ഈ വ്യക്തിയുമായിട്ട് നല്ല രീതിയിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടായ ഒരു സിറ്റുവേഷൻസ് നമുക്ക് കാണുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസും ഇവരുടെ ലൈഫിൽ നിങ്ങളുടെ അടുത്ത് കണക്റ്റഡ് ആയിട്ട് നിൽക്കുമ്പം മറ്റൊരു ഫെമിനിയൻ എനർജിയുടെ കൺട്രോളിങ് എനർജിയും ഈ വ്യക്തിയിൽ ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ മുമ്പിൽ ഒരു സിംഹത്തെ പോലെ ആയിരുന്നുവെങ്കിൽ മറ്റൊരിടത്ത് അദ്ദേഹം ഒരു സാധാ എനർജിയിൽ ഒരു എന്താ പറയുക, ആ ഒരു സിറ്റുവേഷൻസിൽ വഴങ്ങേണ്ടി വരുന്ന, ആ സിറ്റുവേഷൻസിൽ കീഴ്പ്പെട്ട് നിന്നിരുന്ന ഒരു സിറ്റുവേഷൻസ് കൂടി ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കാണുന്നത്. ആ ഒരു ഫെമിനിയൻ എനർജിയുടെ സിറ്റുവേഷൻസിനെ പ്രതിനിധാനം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ 2 ഫേസ് എനർജിയിലാണ് നിന്നത്. റിലേഷൻഷിപ്പ് റീഡിങ്സിലാണെങ്കിൽ 100% 2 ഫേസ് എനർജി ആയിരുന്നു. ഒരുപാട് ഹൈഡ് എനർജി നിങ്ങളുമായിട്ട് ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് വളരെ പാവമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും നല്ല ഒരു പാവത്താൻ കളിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ അറിയാമായിരുന്നു ഇത് ക്രൂവലാണ്, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. മാത്രവുമല്ല നിങ്ങളോട് ആ ഒരു വ്യക്തിക്ക് യാതൊരു രീതിയിലും കമ്മിറ്റ്മെൻറ്റ് ഇല്ലായിരുന്നു. നിങ്ങൾ ആ വ്യക്തിയെ ഫോക്കസ് ചെയ്യുന്നു എന്നത് മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് സഹതാപവും പ്ലസ് ആ ഒരു വ്യക്തിക്ക് ഒരു ധാർഷ്ട്യം, അതായത് ഒരു ഈഗോയും അല്ലെങ്കിൽ ഒരു സെൽഫിഷ് എനർജി കൂടുതലായിട്ടും ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. എന്താണേലും ഈ ഒരു പേഴ്സൺ 2 സാഹചര്യത്തിലും സക്സസ് ആയിട്ടാണ് നിങ്ങളെ കൂടാതുള്ള ആ ഒരു സിറ്റുവേഷൻസ്, ഒരു പക്ഷേ ഫാമിലി ആവാം, അതല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻ, ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് കാണിക്കുന്നുണ്ട്. അതായത് മറ്റൊരു എനർജി, ഒരു ഔട്ട്സൈഡ് എനർജി എന്ന് പറയാൻ പറ്റും നമുക്കത്. എന്തുമാവാം, ഫെമിനിയൻ മസ്കുലൻ ആയാലും ഫെമിനിയൻ്റെ പ്രസൻസ് ആണ് ആ ഒരു എനർജിയിൽ കാണുന്നത്. ആ ഒരു സിറ്റുവേഷൻസിനെയും നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് സക്സസ് ആക്കി എടുത്തു എന്നാണ് കാണുന്നത്. 2 സാഹചര്യങ്ങളിലും നിങ്ങളുടെ വ്യക്തി വിജയിച്ച്, നിങ്ങളെന്ന് പറയുന്ന ബന്ധത്തിലും ഈ ഒരു പേഴ്സൺ വിജയിച്ച് തന്നെ നിന്നു. കാരണം ആ ഒരു വ്യക്തി ചിന്തിച്ച് അത്രത്തോളം നിങ്ങൾ ആ ഒരു പേഴ്സണിൽ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ നിന്നു. നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെയും മാറ്റിവെച്ച് നിങ്ങൾ ആ ഒരു വ്യക്തിയിലാണ് കൂടുതൽ അഡിക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് നിന്നത്. അതുപോലെ തന്നെ മറ്റൊരു സിറ്റുവേഷൻസ് ആയിരുന്ന എന്ത് കാര്യമായാലും തേർഡ് എനർജിയിൽ, ഫാമിലി ആയിക്കോട്ടെ അതല്ലെങ്കിൽ മറ്റൊരു പേഴ്സൻ്റെ എനർജി ആയിക്കോട്ടെ, അവിടെയും നിങ്ങളുടെ പേഴ്സൺ വിജയിച്ചിരുന്നു. പക്ഷേ നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. മറ്റാരൊക്കെ വാച്ചിങ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ പ്രവൃത്തി അല്ലെങ്കിൽ ഈ ഒരു പ്രവണത പുറത്ത് ആകുമോ, അതല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് വീഴ്ച സംഭവിക്കുമോ എന്നുള്ളൊരു ഭയം ആ ഒരു പേഴ്സണിൽ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു എന്ന് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ലവേഴ്സ് എനർജിയാണ് കേട്ടോ. നിങ്ങളോട് വളരെ അഡിക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കൺഫ്യൂഷനും ഒരു 2 ഫേസ് എനർജിയിൽ നിൽക്കുമ്പോഴും നിങ്ങളോട് ഫിസിക്കൽ അഡിക്ഷൻ ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു. അതായത് ഒരു വ്യക്തിയുടെ കൺഫ്യൂഷൻ്റെ, അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ, അതായത് പാസ്റ്റിൽ നിങ്ങളിൽ നിന്നും പിന്മാറി പോകാതെ ഈ ബന്ധത്തിൽ ആ ഒരു വ്യക്തി കണക്റ്റഡ് ആയിട്ട് നിങ്ങളോട് തോന്നുന്ന ആഴത്തിലുള്ള ഒരു ആകർഷണം, അഡിക്ഷൻ ആയിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവിടെ ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജിയാണ്. പാർട്ട്ണർ ആണ് എങ്കിൽ, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾക്ക് നീതി ലഭിക്കേണ്ടെന്ന ഒന്നാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം ഡിവൈൻ കേട്ടു എന്നതിൻ്റെ ഫലമാണ് ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ഫീലിങ്സ് വന്നത്. മറ്റു ബന്ധങ്ങളിലേക്ക് നോക്കിയാലും ആ ഒരു സ്നേഹമെന്ന് പറയുന്നത് ഒരു ജഡ്ജ്മെൻറ്റിങ് ആയിരുന്നു. നീതി ലഭിച്ചതാണ്, നിങ്ങൾക്ക് ലഭിച്ചൊരു നീതിയാണ് ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ അനുഭവിച്ച ആ ഒരു സ്നേഹത്തിൻ്റെ പ്രസൻസ് എന്നുള്ളതാണ് കാണുന്നത്. കിങ് ഓഫ് വാൺസിൻ്റെ എനർജി നിൽപ്പുണ്ട്. ഈഗോ, സെൽഫിഷ് എനർജിയിൽ വളരെ സ്ട്രോങ് ആയിരുന്നു.
ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് വരെ നിങ്ങളുമായിട്ട് ആ ഒരു വ്യക്തി ഫൈറ്റിംഗ് ചെയ്തതിൻ്റെ കാരണം നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി നിർത്താൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് മാക്സിമം നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്നും നിങ്ങളായിട്ട് പുറത്തു പോകട്ടെ എന്നുള്ള ആ ഒരു ബുദ്ധിയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ എപ്പോഴും കോൺഫ്ലിക്റ്റുകൾ സൃഷ്ടിച്ചത്. നിസ്സാര കാര്യങ്ങൾക്കും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരുന്നു, നിങ്ങളുമായിട്ട് മറ്റെല്ലാ രീതിയിലും കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇവർക്ക് ചെറിയ രീതിയിലുള്ള ഒരു കുറ്റബോധവും ഇറിറ്റേഷൻ ഫീലിങ്സ്, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ ഒരു ഒരു സംതൃപ്തി ഇല്ലായ്മ ഉണ്ടായിരുന്നു ഈ ഒരു ബന്ധത്തിൽ. പിന്നെ കുറച്ച് ഈഗോ, നിങ്ങളെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു വ്യക്തിക്ക് കണക്റ്റഡ് ആയിട്ട് നിർത്തണമെന്നുള്ള ഈഗോയും പിന്നെ പേഴ്സണാലിറ്റി ക്ലാഷിങ്, അയാളുടെ ആ ഒരു വ്യക്തിത്വത്തിൻ്റെ ചില പ്രശ്നങ്ങളുമൊക്കെ ഈ ഒരു ബന്ധത്തിൽ കോൺഫ്ലിക്റ്റുകൾ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് തമ്മിൽ ഒരു പൊരുത്തക്കുറവുണ്ടായിരുന്നു. അതായത് കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും മറ്റെല്ലാ രീതിയിലും ഒരു പൊരുത്തക്കുറവിൻ്റെ പ്രശ്നം വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നിലധികം പ്രശ്നങ്ങളെ കണക്റ്റ് ചെയ്ത് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല അതിൻ്റെ എല്ലാം ലക്ഷ്യമെന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് സേഫ് ആവുക എന്നതായിരുന്നു. അതായത് നിങ്ങളായിട്ട് ഈ ഒരു ബന്ധത്തിൽ നിന്നും പുറത്ത് കടക്കട്ടെ എന്നുള്ള ഒരു ശക്തമാകുന്ന ചിന്തയാണ് ഈ ഒരു വ്യക്തിയെ ഈ ഒരു കോൺഫ്ലിക്റ്റിന് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാക്കിയത്. കൂടാതെ തന്നെ നിങ്ങൾ വളരെയധികം ഈ ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതായത് ഈ ഒരു പേഴ്സണിലേക്ക് നിങ്ങൾ ഒരുപാട് കണക്റ്റഡ് ആകുന്നു എന്നതും ഈ ഒരു വ്യക്തി ഈ ഒരു പ്രോബ്ലംസ്, ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ കാരണമാകുന്നതും അതുകൊണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ അവരുമായിട്ട് മാക്സിമം നിങ്ങൾ സഹകരിക്കാൻ ശ്രമിക്കുന്നു, വിട്ടുവീഴ്ചകൾ ചെയ്ത് നിങ്ങൾ ആ ബന്ധത്തിലേക്ക് ആഴ്ന്ന് ചെല്ലുമ്പം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെ മാറ്റുക, അകത്തുക, നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി തീർക്കുക. അതായത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളല്ലാതെ മറ്റ് സിറ്റുവേഷൻസുകളും ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് ബേസ് ചെയ്താണ് ഈ കോൺഫ്ലിക്റ്റുകളും പ്രശ്നങ്ങളും അവിടെ അവർ ക്രിയേറ്റ് ചെയ്തതെന്ന് പറയാൻ പറ്റും. ഈ ബന്ധത്തെ അവസാനിപ്പിച്ച് കളയാൻ, ഡെത്ത് ആക്കുക എന്നൊരു ലക്ഷ്യം ഈ ഒരു വ്യക്തിയിൽ ഉണ്ടായിരുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല കേട്ടോ. എന്താണെങ്കിലും നിരാശയായിരുന്നു, അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ലായിരുന്നു. മെയിനായിട്ടും ആ ഒരു വ്യക്തിയുടെ ഈഗോ തന്നെയാണ് ഈ ബന്ധത്തിനകത്ത് സാറ്റിസ്ഫൈഡ് ആവാൻ സാധിക്കാതെ അല്ലെങ്കിൽ ഈ ബന്ധത്തിനകത്ത് പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്തതിൻ്റെ കാരണം മുഴുവനും ഈഗോയും പ്ലസ് ഈ ഒരു വ്യക്തിക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകൾ, നിങ്ങൾ തമ്മിലുള്ള ഏറ്റവും മെയിനായിട്ട് കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു ബിഹേവിയർ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നിങ്ങളുടെ ബന്ധത്തിൻ്റെ ആ ഒരു ഏറ്റവും പവർഫുള്ളായിട്ട് ഉണ്ടാവേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു സെൽഫ് റെസ്പെക്റ്റ് കുറവ് നിങ്ങൾക്കിടയിൽ രണ്ടുപേരുടെ എനർജിയെ കണക്റ്റ് ചെയ്യുമ്പം ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. അതൊക്കെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചും നിങ്ങളുടെ ബന്ധത്തിൽ നിരാശ ഫീലിങ്സ് വരുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് റോങ് സിറ്റുവേഷൻസ് ആണോ, ഈ ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ കണ്ടെത്തലായിരുന്നു ഈ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനുവേണ്ടി കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുക, അത് നിങ്ങളുടെ തലയിൽ ചുമത്തുക, അതുപോലെ തന്നെ നിങ്ങളിലെ ഏറ്റവും നല്ല പോസിറ്റീവായ വശങ്ങളെ പോലും നെഗറ്റീവാക്കി ചിത്രീകരിക്കുക, അതുപോലെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർ മിസ്സിങ് ആവുക, അവരുടെ യാതൊരു വിവരവുമില്ലാതെ അവർ ഉൾവലിഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷൻസുകൾ, ബ്ലോക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസുകൾ, ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് അവരുടെ ഇമോഷണൽ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ടും നിരാശപ്പെട്ട് നിന്നതിൻ്റെ ഫലമായിട്ടുമാണ് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ബന്ധത്തിൽ നിന്ന് എസ്കേപ്പിംഗ് എനർജി അവർക്ക്, ഞാൻ പറഞ്ഞില്ലേ മറ്റെന്തൊക്കെയോ സിറ്റുവേഷൻസുകൾ, ഫാമിലി ഉണ്ടായിരുന്നു, മറ്റൊരു എനർജിയുടെ പ്രസൻസ് അവരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ബന്ധത്തിൽ അവർ അഡിക്റ്റഡ് ആകേണ്ടി വന്നതിൻ്റെ കാരണം പോലും അവിടെ അവർക്ക് മറ്റെന്തൊക്കെയോ രീതിയിലുള്ള മെറ്റീരിയലിസ്റ്റിക് ആകുന്ന ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളറിയാതെ അല്ലെങ്കിൽ ഫാമിലിയെ കണക്റ്റ് ചെയ്യാതെ മറ്റൊരു സിറ്റുവേഷൻസിൽ അവർ ഒരു അഡിക്ഷനായിട്ട് അല്ലെങ്കിൽ കൺട്രോളിൽ, ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ കൺട്രോളിൽ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ നിങ്ങളുടെ ബന്ധത്തിനകത്ത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് മൂൺ എനർജിയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. അതായത് ഇല്യൂഷൻ എനർജി എന്നൊക്കെ പറയാൻ പറ്റും. ഒരു എന്താ പറയുക, ഒരു മോഹവലയത്തിൽ, അതായത് ഇതൊരു മിഥ്യ എനർജിയുടെ പ്രസൻസ്, അതായത് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, ഭയം തോന്നിക്കുന്നത്. അതായത് ആ ഒരു വ്യക്തി ചിന്തിക്കുമ്പോൾ ഒരു സൈഡ് വെച്ച് നിങ്ങളുടെ ബന്ധം നോക്കുമ്പം അത് പോസിറ്റീവ് ആണെങ്കിൽ മറ്റു രീതിയിലേക്കൊക്കെ നോക്കുമ്പം അതിനകത്ത് വളരെ നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതെല്ലാം അതായത് ഒരു മെൻ്റൽ ക്ലാരിറ്റി ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു
എന്താ പറയുക, നിരാശ, പിന്നെ ഒരു കാർമിക് സിറ്റുവേഷൻസും കൂടി നിങ്ങളുടെ ബന്ധത്തിൽ കണക്റ്റഡ് ആയിട്ടുണ്ട്. ഒന്നെങ്കിൽ പാസ്റ്റ് ലൈഫിലെ ഒരു കർമ്മ ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് നിങ്ങളെ പിടികൂടി, അതല്ലെങ്കിൽ മുൻകാലങ്ങളിലെ മറ്റെന്തൊക്കെയോ ഒരു തെറ്റുകളെ ബേസ് ചെയ്ത് നിങ്ങളെയോ ആ വ്യക്തിയെയോ ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് കർമ്മയുണ്ടായിരുന്നു. ആ കർമ്മ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു, അതുപോലെ അവർക്കും അനുഭവിക്കേണ്ടി വന്നു. അവരും സാറ്റിസ്ഫൈഡും ആയിരുന്നില്ല, എന്നാൽ അവർ ഈ ഒരു ബന്ധത്തിൽ നെഗറ്റീവ്, നിങ്ങളിൽ നിന്നും വിട്ടുപോകണമെന്ന് അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റിംഗ് ചെയ്യണമെന്നുള്ള ഒരു ചിന്ത അവരെയും ഭയപ്പെടുത്തുകയായിരുന്നു. അവരുടെ ഉറക്കവും കെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. അതായത് തെറ്റ് ചെയ്യുന്നവന് ഭയമുണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ തെറ്റ് ചെയ്തവർക്ക് കുറ്റബോധവും ഭയവും ഏറ്റവും കൂടുതൽ പിടിപെടുന്നു എന്ന് പറഞ്ഞ ഒരവസ്ഥയായിട്ട് തന്നെയാണ് നമുക്ക് ആ ഒരു എനർജീനെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഇതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ഇതിനകത്തൊരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആയിരുന്നു. ഈ ബന്ധം കാർമിക് എനർജിയുടെ ആ ഒരു സമയം കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് കണക്റ്റഡ് ആയിട്ട് വരാൻ പറ്റുമായിരുന്നു എന്നാണ് കാണുന്നത്. പക്ഷെ അപ്പോഴത്തേനും ഒരു പക്ഷേ നിങ്ങളും ഈ ഒരു ബന്ധത്തിൽ നിന്നും പതുക്കെ എസ്കേപ്പിംഗ് എനർജി അല്ലെങ്കിൽ ഓവർകം ചെയ്ത സിറ്റുവേഷൻസുകൾ കാണുന്നുണ്ട്. കുറേ ആളുകളുടെ എനർജിയിൽ ഒരു ഓവർകം, ഒരു പക്ഷേ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിൽ കണക്റ്റഡ് ആയിട്ടുണ്ടാവാം. അത് ഇമോഷണലി ആണെങ്കിലും അല്ലാതെയും ഒരു ഓപ്പർച്യൂണിറ്റിയുടെ സമയം മിസ്സിങ് ആയി പോയതായിട്ട് കാണുന്നുണ്ട്. ഒരു റീയൂണിയൻ്റെ സമയം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് അവരെ സംബന്ധിച്ച് അവർ ഫോക്കസ് ചെയ്ത സമയത്ത് നിങ്ങളുടെ എനർജി അവിടെ ലോസ് ആയിരുന്നു. നിങ്ങൾ ആ ഒരു ബന്ധവുമായിട്ട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ പോയ കുറച്ച് സമയങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ മറ്റെങ്ങോട്ടെങ്കിലും ട്രാവലിംഗ് ചെയ്ത് ദൂരേക്ക് ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് മാറുകയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ട് ശ്രദ്ധ കൊടുക്കുകയോ ചെയ്ത ഒരു ടൈം പീരീഡ് ഈ ബന്ധത്തിൽ ഒരു റിയൂണിയൻ്റെ പ്രസൻസിൻ്റെ സമയം ഉണ്ടായിരുന്നു. പക്ഷെ അത് നിങ്ങൾക്ക് മിസ്സിങ് ആയി പോയതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ വീണ്ടും നിങ്ങളുടെ ബന്ധത്തിൽ കുറേ ആളുകളുടെ എനർജിയിൽ കർമ്മ അനുഭവിക്കുന്നുണ്ട്, അതുപോലെ കാർമിക് സിറ്റുവേഷൻസുമാണ് കേട്ടോ. നിങ്ങളിപ്പോൾ വീണ്ടും ഈ ഒരു ബന്ധത്തിൽ കണക്റ്റഡ് ആവാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൻ്റെ ഓർമ്മയിലേക്ക് നിങ്ങൾ ശക്തമായിട്ട് വന്നിട്ടുണ്ട്. അവിടെ ഒരു ഡബിൾ എനർജി പ്രസൻസ് വരുന്നുണ്ട്, ഒരു നെഗറ്റീവ് എനർജി. വീണ്ടും നിങ്ങൾക്ക് ഒരു കാർമിക്കിൻ്റെ സിറ്റുവേഷൻസ് ഈ റിലേഷനെ ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ സിറ്റുവേഷൻസിൽ നിന്ന് പുറത്ത് കടക്കുന്ന സമയം ഒരു ഹാപ്പി ഫാമിലിയാണ്. അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുമിച്ചൊരു കുടുംബ ജീവിതം, ചിൽഡ്രൻസിൻ്റെ പ്രസൻസ് ഉണ്ട്. അതുപോലെ തന്നെ സിംഗിൾസിനും മാര്യേജ് എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട്. പക്ഷേ ശക്തമാകുന്ന നെഗറ്റീവ് എനർജിയുടെ പ്രസൻസിലാണ് ഇപ്പോൾ വീണ്ടും നിങ്ങളുടെ ബന്ധം നിൽക്കുന്നത്. അതിൻ്റെ സമയം, ആ ഒരു ടൈം പീരീഡ്, ആ ഒരു കാർമിക് എനർജിയിൽ നിന്ന് പുറത്ത് കടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുമിക്കാൻ പറ്റും. കാരണം ദ മജീഷ്യൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു മിറാക്കിൾ സംഭവിക്കും. അതായത് ഒരു മാജിക് എനർജി വരുമെന്ന് തന്നെയാണ് കാണുന്നത്. അതായത് ഒരു ഇംബാലൻസിങ് എനർജി, ബാലൻസ് ഇല്ലായ്മ പോലെ ഫീൽ ചെയ്യുന്നു. അതുപോലെ മൾട്ടിപ്പിൾ, അതായത് ഒരു ടൈം മാനേജിങ് ഒക്കെ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ പ്രയോറിറ്റി, രണ്ട് സിറ്റുവേഷൻസ് വേണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇതിൽ എന്താണ് ഇനി ആക്ഷൻ എടുക്കേണ്ടത്, ഏത് രീതിയിൽ ആക്ഷൻ എടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കൺഫ്യൂഷനെയും നിങ്ങൾക്ക് എടുത്ത് മാറ്റിയിട്ട് വളരെ പോസിറ്റീവ് ആകുന്ന ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്ക് നോക്കിയാൽ കാണുന്നത് നിങ്ങളുടെ ആ ഒരു നിരാശ, നിങ്ങളുടെ ആ ഒരു സ്ട്രെസ് എനർജി, അത് തന്നെ നിങ്ങളുടെ വ്യക്തിയും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെ ആഴത്തിൽ അറിയേണ്ടതും ചിന്തിക്കേണ്ടതുമായൊരു ബന്ധമാണ്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെ ബുദ്ധിപൂർവം വിവേകത്തോടു കൂടി കാര്യങ്ങളെ കാണേണ്ട ഒരു റിലേഷൻ്റെ എനർജിയാണ്. മനസ്സിലാക്കി, ഈ ഒരു ബന്ധത്തെ ആഴത്തിൽ മനസ്സിലാക്കി, ഈ ബന്ധത്തിൻ്റെ ആ ഒരു കർമ്മ ഹീലിംഗ് സമയവും നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് പൂർവാധികം ശക്തിയോടുകൂടിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജിയോട് കൂടിയും വന്നു ചേരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് എനർജി, നിങ്ങളുടെ ആ ഒരു നിരാശ എനർജി, അതുപോലെ കുറ്റബോധം, എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുള്ള ഭയം,
ഒരു പക്ഷേ നിങ്ങൾ പാസ്റ്റിലുള്ള പല ഇൻസിഡൻറ്റുകളും നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ട്രാജഡിയിൽ നിങ്ങൾ ഇപ്പോഴും കണക്റ്റഡ് ആണെങ്കിൽ അതിനെയെല്ലാം നിങ്ങൾ ഹീലാക്കണം. നിങ്ങൾക്ക് ശരിക്കും ചില സൈനുകൾ ലഭിക്കുന്നുണ്ട്, പ്രകൃതിയിൽ നിന്ന് തന്നെ ചില സൈനുകൾ നിങ്ങൾക്ക് ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് ലഭിക്കുന്നുണ്ട്. മാത്രവുമല്ല നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാനുള്ള സമയമാകുമ്പോഴും നിങ്ങൾക്ക് പ്രകൃതിയിൽ നിന്നും സൈനുകളും നിങ്ങൾക്ക് ചില പ്രസൻസുകളും ഇന്നർ കോളിങ്ങും എല്ലാം ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കി ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ കുറച്ചൊക്കെ നിങ്ങളൊരു ഹീലിംഗ് എനർജിയിലേക്ക് വരണം. അതായത് ഒരു പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക, മെഡിറ്റേഷൻസുകൾ ചെയ്യുക, മറ്റുള്ളവരോട് കൂടുതൽ സ്നേഹത്തോടു കൂടി ഒരുപാട് നിങ്ങൾക്ക് ഹാപ്പിനെസ് ലഭിക്കുന്ന സിറ്റുവേഷൻസിനെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗമാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്രദമാക്കി എടുക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അങ്ങനെയുള്ള മേഖലകളിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുക. കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന പോസിറ്റീവിനെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ നിന്നിട്ടേ കാര്യമുള്ളൂ. കാരണം ഈ ഒരു ബന്ധം നിങ്ങൾക്ക് തിരിച്ച് പിടിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ കർമ്മ രണ്ടാമത്തെ സ്റ്റേജാണ്. ഒരു സ്റ്റേജിലെ കർമ്മ അവസാനിച്ച സമയത്ത് നിങ്ങൾ ആ ടൈമിൽ വിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ്, അതായത് നിങ്ങൾക്കും ആ ഒരു വ്യക്തിക്കും തമ്മിൽ കണക്റ്റഡ് ആവാതെ പോയി ഇനി ഒരു കർമ്മ ഹീലിംഗ് എനർജി വരുന്നുണ്ട്. അതായത് ഇനി ഒരു കാർമിക് സിറ്റുവേഷൻസിൻ്റെ മാറ്റം വരുന്ന സമയത്ത് നിങ്ങൾക്ക് തമ്മിൽ കണക്റ്റഡ് ആവണമെങ്കിൽ, ബന്ധത്തെ പൂർണ്ണതയിൽ എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ മാറണം, നിങ്ങളിൽ മാറ്റം വരുത്തണം എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ബർഡൻ ഇറക്കി വെക്കുക, മെഡിറ്റേഷനാണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. 7 ചക്രാസ് ഒക്കെ നിങ്ങൾ ഓപ്പണിംഗ് ആക്കി എടുക്കുക, അതൊക്കെ വർക്കിംഗ് ആക്കി എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങളിൽ ഒരു ബൗണ്ടറി തീർക്കുക, നിങ്ങളൊരു ഹൈഡിങ് എനർജിയിൽ ജീവിക്കുക. അതായത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നതും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതെ നിങ്ങളുടെ സോളുമായിട്ട് മാത്രം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. ചീറ്റിംഗ് പ്രസൻസ് ആണ്, ഈ ഒരു ബന്ധത്തിൽ ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു ചീറ്റിങ്ങിന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ഒരു സ്ട്രഗിളിങ്ങിനെ എഫോർട്ട് എടുത്ത് തന്നെ വേണം നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ. നല്ല രീതിയിൽ എഫോർട്ട് എടുക്കണം, നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കണം, തിരിച്ചറിയണം എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വിജയവും മാറ്റവും ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ക്യൂൻ ഓഫ് സോഴ്സിൻ്റെ എനർജി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇമോഷൻസിനെയൊക്കെ ഒന്ന് മാറ്റി വെച്ച് നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങളുടെ ആ ഒരു ശക്തി മനസ്സിലാക്കുക കേട്ടോ. നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എത്രത്തോളം ആഴത്തിലാണോ ആ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നത്, അത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. നിങ്ങളിലേക്ക് ആ ഒരു സിറ്റുവേഷൻസ് വന്നു ചേരുമെന്ന് തന്നെയാണ് കാണുന്നത്. ശരിക്കും ഇതിനകത്ത് ഇമോഷണലി ഓക്കെ ആവുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇമോഷണൽ ബാലൻസ്, ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് വേണ്ട വ്യക്തികൾക്ക് ആണെങ്കിൽ മാത്രം നിങ്ങൾ മാനിഫെസ്റ്റേഷനും മെഡിറ്റേഷൻസൊക്കെ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ മാറിപ്പോവുക കേട്ടോ. കാരണം നിങ്ങൾ ഈ വേണ്ടാത്തൊരു വ്യക്തിയെ, നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിക്കൊന്നും വേണ്ടിയിട്ട് റീഡിങ്സ് കണ്ട അതിൻ്റെ എനർജിയെ നിങ്ങൾ മിസ്യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കാണുക. ആ കണ്ടിട്ട് ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഏത് കുറവുകളും ഏത് തെറ്റുകളും തിരുത്തി സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം മെഡിറ്റേഷൻസും മറ്റു കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ മാറ്റത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുമായിട്ട് സോൾ കണക്ഷൻസ് ഉള്ള വ്യക്തിയാണ്. നല്ലൊരു പാർട്ട്ണർ എനർജിയിൽ, ഏറ്റവും നല്ലൊരു പാർട്ട്ണർ എനർജിയിൽ ശോഭിക്കാൻ പറ്റുന്ന ഒരു ബന്ധവും ഈ ഒരു എനർജിയിൽ തന്നെയാണ് കാണുന്നത്. ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്ന പല കാര്യങ്ങളെ എക്സ്പീരിയൻസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനും സാധിക്കും. ഇനിയുള്ള ആ ഒരു നെഗറ്റീവ് സമയത്തിൻ്റെ ആ ഒരു എൻഡിങ് അനുസരിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള സൈൻ നിങ്ങളിലേക്ക് ഡിവൈൻ എത്തിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരുന്നാൽ മാത്രമാണ് നിങ്ങൾക്കത് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക.